സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള സമയം തീരാറാവുന്നതേയുള്ളൂ. എന്നാൽ ഇതിനിടയിൽ തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരെ തട്ടി നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി കെ ശൈലജയ്ക്കെതിരെ 3 ശൈലജമാർ രംഗത്തുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ വടകരയിൽ മുൻ മന്ത്രി ശൈലജയ്ക്ക് പുറമെ ശൈലജ കെ, ശൈലജ കെ, ശൈലജ പി എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. അപരന്മാർ ഒരു സൈഡിലൂടെ പോകുമ്പോൾ കെ ശൈലജയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നടനും മക്കൾ നീതി മയ്യം പാർട്ടി അധ്യക്ഷനുമായ കമൽഹാസൻ രംഗത്ത് വന്നതും ചർച്ചാ വിഷയമായിരുന്നു. നമ്മുടെ രാജ്യത്തെ നിലനിർത്താൻ കൂടിയാണ് ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യുന്നത്. ആ പോരാട്ടത്തിൽ മുഖ്യ കണ്ണിയാകേണ്ടവരിൽ ഒരാളാണ് കെ ശൈലജയെന്നും കോവിഡ് കാലത്ത് കേരളം രാജ്യത്തിന് മാതൃകയായത് കെ ശൈലജയുടെ നേതൃത്വത്തിലൂടെയാണെന്നും കമൽഹാസൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് കമൽഹാസൻ കെ ശൈലജയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ നിന്നും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഈ വ്യവസ്ഥിതിക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദമുയർത്താൻ ശൈലജയെ പോലെയുള്ള നേതാക്കൾ നമുക്ക് ആവശ്യമാണെന്നും കമൽഹാസൻ പറഞ്ഞു. രാജ്യത്ത് വർഗീയ ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിന് മഹാനടൻ കമൽഹാസന്റെ വാക്കുകൾ ഊർജ്ജമാകുമെന്നും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും വീഡിയോ പങ്കുവച്ചുകൊണ്ട് കെ ശൈലജ അറിയിച്ചു. കോവിഡ് മഹാമാരിയിൽ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ വേണ്ടതെല്ലാം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയവരാണ് ശൈലജ ടീച്ചർ. ഒരുമിച്ച് നേരിടാം ടീച്ചറെ, നമുക്ക് ഒപ്പമുണ്ട് ഞങ്ങൾ എന്നായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറിന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിലൊന്ന്. കോവിഡ്-19 എന്ന മഹാവ്യാധിയെ നേരിടാൻ മന്ത്രിക്കൊപ്പം കേരളത്തിലെ ഓരോ ജനങ്ങളും സജ്ജമാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അത്തരം കമന്റുകൾ. ശമ്പളമൊന്നും വേണ്ട, നേഴ്സാണ്, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, അതുപോലെ തന്നെ ഡ്രൈവറാണ്, ആംബുലൻസ് സഹായം വേണമെങ്കിൽ തയ്യാറാണ്, ക്ലീനിങ്ങിന് ആളെ വേണമെങ്കിൽ ഞാൻ വരാം തുടങ്ങി കമന്റുകളുടെ പ്രവാഹമാണ് ശൈലജ ടീച്ചറിന്റെ അന്നത്തെ പോസ്റ്റിന് താഴെ ഉണ്ടായത്. നിപ്പയെയും പ്രളയത്തെയും അതിജീവിച്ച കേരളം കൊറോണയെയും അതിജീവിക്കുമെന്ന ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളാണ് ടീച്ചറിൽ നിന്ന് അന്നും വന്നിരുന്നത്. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലൈംഗിക ചുവയുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെയാണ് അധിക്ഷേപമെന്നും ശൈലജ പറഞ്ഞു. ഇതിന് UDF സ്ഥാനാർത്ഥി കൂട്ടുനിൽക്കുന്നുവെന്നും LDF വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പുറമെ മുഖ്യമന്ത്രി, DGP, IG, റൂറൽ SP, ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതി നൽകിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം UDF സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും പ്രേരണയോടുമാണെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥിയുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾക്ക് അശ്ലീല ഭാഷയിൽ കമന്റിട്ട ആൾക്കെതിരെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച ആൾക്കെതിരെയും നടപടി വേണമെന്നാണ് പരാതിയിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയെ നിയമപരമായി നേരിടുമെന്ന് കെ ശൈലജ പറഞ്ഞിരുന്നു. കള്ളി എന്ന് വിളിച്ചാണ് ആക്ഷേപിക്കുന്നതെന്നും വൃത്തികെട്ട രീതിയിലാണ് വ്യക്തിഹത്യ നടത്തുന്നതെന്നും ശൈലജ പറഞ്ഞു. 1500 രൂപയ്ക്ക് മാത്രം PPE കിറ്റ് ലഭിക്കുന്ന കാലത്ത് 15,000 കിറ്റുകൾ വാങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിച്ചതിനെ കള്ളിയെന്ന് വിളിപ്പിച്ചാണ് ആക്ഷേപിക്കുന്നത്. എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്, വൃത്തികെട്ട രീതിയിലാണ് വ്യക്തിഹത്യ നടത്തുന്നത്, ജനങ്ങളുടെ കോടതിയിൽ ഞാനിത് തുറന്നു കാട്ടുമെന്നും കെ ശൈലജ പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ ഉയർത്തിയാണ് ശൈലജയ്ക്കെതിരെ വിമർശനം ശക്തമാക്കിയത്. 5 വർഷം മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാമെന്നും ശൈലജ പറഞ്ഞു. തനിക്കെതിരായ വ്യക്തിഹത്യ ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെയെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ആലോചനകൾ നടത്തുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തിരുന്നു. വടകരയിൽ നിന്നും ഷാഫി പറമ്പിലാണ് ശൈലജയ്ക്കെതിരെ മത്സരിക്കുന്നത്. വടകരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി കെ ശൈലജയ്ക്കും UDF സ്ഥാനാർത്ഥി ഷാജി പറമ്പിലിനും പുറമെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണകുമാറാണുള്ളത്. UDFന്റെ ഷാഫി പറമ്പിലിന് അപരന്മാരായി 2 ഷാഫിമാരും രംഗത്തുണ്ട്. ഷാഫി TP എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. അപരന്മാരായ ഷാഫിമാരും ശൈലജമാരും വ്യാഴാഴ്ചയാണ് പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെയാണ് നടന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8 ആണ്. അതിനുശേഷമേ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ അവശേഷിക്കുന്നതിന്റെ അന്തിമ ചിത്രം വ്യക്തമാകൂ. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സാമ്യമുള്ള പേരുള്ളവരെ സ്ഥാനാർത്ഥി പട്ടികയിലെത്തിച്ച് വോട്ട് വഴി മാറ്റുന്ന പഴയ തന്ത്രങ്ങൾക്ക് ഇക്കുറിയും സജീവമാണ്.